മറ്റൊരു പുതുവർഷം നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ 2026 സ്വീകരിക്കാൻ ലോകം മുഴുവൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് തീരാവേദനയായി ശ്രീനിവാസൻ്റെ വിയോഗം മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ദിലീപ് കാണുന്നത്. അവിടെ മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഒരു അല്പം മുൻപ് അത് അവസാനിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചിതയിലേക്ക് ശ്രീനിവാസൻ്റെ ഭൗതിക ദേഹം ചിതയിലേക്ക് എടുക്കാൻ ഒരുങ്ങുകയാണ്. മകൻ ധ്യാൻ ശ്രീനിവാസൻ്റെ മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ചിതയ്ക്കരികിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീനിവാസൻ ഇനി നമുക്ക് ഒപ്പമില്ല. അദ്ദേഹം ഇനി നമ്മുടെ മലയാളിയുടെ ഓർമ്മയുടെ അഭ്രപാളിയിലെ ചിരഞ്ജീവിയായി ശ്രീനിവാസൻ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കാൻ പോകുന്നു. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യാൻ മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് ചിതയ്ക്കരികിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്ന ദൃശ്യങ്ങൾ ശ്രീനിവാസൻ്റെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കാൻ പോകുന്നതിന് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ലേക്ക് കടക്കാൻ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും കണ്ടനാട് വീട്ടിലേക്ക് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ശ്രീനിവാസൻ നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ നിന്നുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മാത്രമല്ല, കണ്ടനാട്ടെ വസതിയിൽ ഒരു കർഷകനായി കഴിഞ്ഞിരുന്ന ശ്രീനിവാസൻ മണ്ണിനോടും മനുഷ്യനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ജൈവബന്ധം, അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹവും ആത്മബന്ധവും ഒക്കെ എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും എത്തുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ നീണ്ട നിര. എല്ലാവരോടും സൗഹൃദഭാവത്തിൽ പെരുമാറുകയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ പുതിയ സിനിമയ്ക്ക് വേണ്ട പുതിയ ഇതിവൃത്തങ്ങൾ സൃഷ്ടിക്കുകയും സാധാരണക്കാരായ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് മിഴിവേകുകയും ഒക്കെ ചെയ്ത ശ്രീനിവാസൻ്റെ തൂലിക അങ്ങനെ നിശ്ചലമായിരിക്കുന്നു. ഇനി അത്തരത്തിൽ ആക്ഷേപഹാസ്യം നിറഞ്ഞ മലയാളിയെ സ്വയം അവൻ്റെ പോരായ്മകളെയും പൊള്ളത്തരങ്ങളെയും ഒക്കെ സ്വയം കാണാനും മനസ്സിലാക്കാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഇടവരുത്തിയ അത്തരം ശക്തമായ ഹാസ്യം, മുകേഷ് പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകൻ്റെ നിലവാരമുയർത്തിയ, മലയാളത്തിൽ ഹാസ്യത്തിൻ്റെ നിലവാരമുയർത്തിയ അത്തരം സിനിമകൾ നമുക്കിനി എന്നേക്കുമായി നഷ്ടമാവുകയാണ് ശ്രീനിവാസൻ്റെ വിയോഗത്തോടെ. അതുകൊണ്ടാണ് 69-ാം വയസ്സിലെ ഈ മടക്കം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണെന്നും മലയാളിക്ക് ഒരു തീരാ നോവാണെന്നും നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞു പോകുന്നത്. 2026 എന്ന പുതുവർഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ, ശ്രീനിവാസൻ എന്ന ഏറ്റവും മികച്ച മനുഷ്യൻ്റെ, ശ്രീനിവാസൻ എന്ന പ്രകൃതി സ്നേഹിയുടെ, ശ്രീനിവാസൻ എന്ന സാമൂഹിക വിമർശകൻ്റെ ആ ഭാവം മലയാളി ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ശ്രീനിവാസൻ്റെ ചേതനയേറ്റ ശരീരം, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവിടെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കും. അങ്ങനെ ഒരു ചാരമായി ശ്രീനിവാസൻ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച നിരവധിയായ കഥാസന്ദർഭങ്ങളും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ മലയാളിയുടെ ഭൗതിക മണ്ഡലത്തിലും മലയാളിയുടെ ഭൗതിക ജീവിതത്തിലും നിറഞ്ഞു നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാ കാര്യങ്ങളിലും തനതായ കാഴ്ചപ്പാടും നിലപാടുകളും സത്യസന്ധമായ നിരീക്ഷണങ്ങളുമൊക്കെ സധൈര്യം അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ്റെ പ്രത്യേകത. കാരണം സിനിമ പോലൊരു മേഖലയിൽ പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങി, പലപ്പോഴും താല്പര്യങ്ങൾക്ക് വഴങ്ങി, പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾക്ക് വഴങ്ങി, പലപ്പോഴും ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം നിലപാടുകളും സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം കാഴ്ചപ്പാടുകളുമൊക്കെ മാറ്റിവെക്കുന്നവരുടെ ഇടയിൽ ശ്രീനിവാസൻ എല്ലാ കാലത്തും ഏത് സന്ദർഭത്തിലും പറയാനുള്ള കാര്യങ്ങൾ അത് നർമ്മം കലർത്തിയാണെങ്കിലും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വ്യക്തിജീവിതത്തിൽ ശ്രീനിവാസൻ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് സിനിമാ മേഖലയിലേക്കുള്ള തൻ്റെ വരവ് വളരെ വളരെ അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.